നമസ്കാരം. എല്ലാവർക്കും ഷാവിഷിൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസിക്കുന്നു. അങ്ങനെ ക്രിസ്തുമസ് ആഘോഷം കഴിഞ്ഞു. ഇനി പുതുവർഷ ആഘോഷം കൂടിയുണ്ട്. 2025 നമ്മൾ കടക്കുകയാണ്. എന്തെല്ലാം പ്രതീക്ഷയായിരുന്നു 2024. ഇനി 25 കടക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം പ്രതീക്ഷയായിരിക്കും. പക്ഷെ എല്ലാം വലിയ പ്രതീക്ഷയെല്ലാം കടന്നു പോകും. ഓക്കെ, ആദ്യമായിട്ട് ബുദ്ധിജീവികളുടെ മുൻപിൽ ഒരു അഭിപ്രായം പറയാം. ഞങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം പറയുകയാണ്. അത് സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുക, അത് നിങ്ങളുടെ കടമയാണ്. ഇന്നും വാഹന അപകടത്തിൽ കാലടി ഭാഗത്ത് വെളുപ്പം കാലത്ത് ടെമ്പോയും ലോറി ഇടിച്ച് ഡ്രൈവർ മരിച്ചു. വെള്ളത്തിൽ പോയി 3-4 പേര് മരിച്ചു. അതങ്ങനെ. അപ്പോൾ ഇത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, ഏതൊരു വെളുപ്പം കാലം 2 മണി മുതൽ 3 മണി വരെയുള്ള ആ സമയത്താണ് മനുഷ്യ മനസ്സ് ഗാഠനിദ്രയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത്. മനുഷ്യ മനസ്സ് ശരീരത്തെ പ്രേരിപ്പിക്കുന്നത്, നിദ്രയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന സമയം ഏതാണ്ട് ചുരുങ്ങിയ ടൈം, കൂടുതൽ സമയം എടുക്കാൻ പറ്റില്ലല്ലോ, 2 മുതൽ 3 വരെയാണ്. 2 മുതൽ 4 വരെ എന്നൊക്കെ ആക്കി 2 മണിക്കൂറൊക്കെ അവധി എടുക്കാതെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 2 മണി മുതൽ, അത് രാത്രി 2 മണി മുതൽ 3 മണികളിലെ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ സമയം സംസ്ഥാന വ്യാപകമായിട്ട്, കേരളത്തിലൊക്കെ നമുക്ക് പറയാം, ദേശീയ ലെവലിൽ നമുക്ക് കേന്ദ്രം പറയട്ടെ, സംസ്ഥാന വ്യാപകമായിട്ട് ഒരു വാഹനത്തിന് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ എങ്ങനെ ഇരിക്കുമെന്നതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഒരിക്കൽ അങ്ങനെ എന്തോ ഒരു പരിപാടി പ്ലാൻ ചെയ്ത് രാത്രി പോലീസുകാർ യാത്രക്കാർക്ക് കട്ടൻ കാപ്പി കൊടുത്തു, ഉറക്കത്തിൽ കൊടുത്തു, അങ്ങനെ ആശംസ അർപ്പിക്കുന്ന കേട്ടിരുന്നു. ഒരു കാലത്ത് ഇപ്പോൾ പെട്രോൾ പമ്പൊക്കെ 24 മണിക്കൂർ ഓൺ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ രാത്രി 10 മണി ക്ലോസ് ചെയ്യാണ്. ഓരോ സിറ്റിയിൽ 1-2 ഉണ്ടാവും, ബാക്കി എല്ലാം അടുത്ത് പോകും. കാര്യം കള്ളന്മാരും കൊള്ളക്കാരൊക്കെ അന്യ സ്റ്റേറ്റ് വിട്ടുപോകാൻ വേണ്ടി, നമ്മുടെ സ്റ്റേറ്റ് വിട്ടുപോകാൻ വേണ്ടി പെട്രോളിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ വലിയൊരു ഗുണമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് പറയണം. പിന്നെ നമ്മൾ പറഞ്ഞു, ഭക്ഷണ സാധനങ്ങൾ ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞുള്ളൂ. ഇന്നലെ തൃക്കാക്കര ഒരു കോളേജിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുണ്ട്. ആർക്കൊക്കെയോ പരിക്കുണ്ട്, ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. അത് മറ്റു പറയുന്നത്, ഈ പിന്നെ വൃത്തികെട്ട, പറയാൻ വാക്കുകളില്ല, അങ്ങനെയുള്ള ഒരു പറ്റും രാഷ്ട്രീയക്കാരോട് വാട്ട് ഈസ് മീൻ ബൈ, പിന്നീട് വർഗീയ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവർക്ക് അർഹതയുള്ളത് നമ്മൾ നേടിയെടുക്കുക, കൃത്രിമമായിട്ടോ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് നേടിയെടുക്കുക. അതിന് നമുക്കൊരു വർഗീയ എന്ന് പറയാമെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കുക. നമുക്ക് അവകാശപ്പെട്ടതല്ല, പക്ഷെ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട് നമ്മൾ കൃത്രിമമായിട്ടോ അല്ലെങ്കിൽ ഇത് കാണിച്ച് നേടിയെടുക്കുക. അതിന് വേണമെങ്കിൽ വർഗീയത എന്ന് പറയുന്നാൽ പര്യായം ശരിയാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കൂടി ചിന്തിക്കുക. എന്താണ് തീവ്രവാദം? നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളെ, ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ ജീവൻ കളഞ്ഞു പോലും അതിനെ എതിർക്കുക, ആക്രമിക്കുക, അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം പോലെയുള്ള അത് തീവ്രവാദം എന്ന് പറയാൻ പറ്റൂലേ? അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും അതാണ് വിഷയം. ഇപ്പോൾ ഇവിടെ ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ചില കോൺഗ്രസ് നേതാക്കളും ഒക്കെ പറഞ്ഞത്, ജമാഅത്ത് ഇസ്ലാമി വർഗീയ പാർട്ടി, തീവ്ര പാർട്ടി, മുസ്ലിം ലീഗ് ജാതി പാർട്ടി, SDPI വർഗീയ പാർട്ടി, പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിരിക്കുകയാണ്, വെൽഫെയർ പാർട്ടി അത് തീവ്രവാദ അല്ലെങ്കിൽ രാഷ്ട്രീയ വർഗീയ പാർട്ടി. ഏടോ കോമരങ്ങളെ, RSS എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ടിലും പെടുമോ? എന്തിലാണ് പെടുന്നത്? ഒരു വിഭാഗം ജനങ്ങളെ ജീവിക്കാൻ പോലും അനുവദിക്കാത്ത കോമാളിത്തരം കാണിക്കുന്ന ഈ ഭാഗത്തെ എന്ത് വിളിക്കണം? ആ ഒരു വിഭാഗമല്ല കഴിഞ്ഞ 11 വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്നത്. അത്രയും തീവ്ര ഭീകര അല്ലെങ്കിൽ വർഗീയ സ്വഭാവമുള്ള
എന്തിനോട് ഉപയോഗിക്കാൻ പറ്റും? ഒരു വിഭാഗത്തെ ജീവിക്കാൻ പോലും അനുവദിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ, ഒരു നേതൃത്വത്തെ, ഒരു പ്രസ്ഥാനത്തെ എന്താ നമ്മൾ വിളിക്കുക? ആ പ്രസ്ഥാനമാണ് കഴിഞ്ഞ 11 വർഷമായിട്ട് ഇന്ത്യയിൽ ഏകാധിപത്യം പോലും ഭരിക്കുന്നത്. ഈ തവണയാണ് ചെറിയ വ്യത്യാസമുള്ളൂ, മറ്റുള്ള ഏകാധിപത്യം പോലെ അവർ ഭരിക്കുമ്പോൾ, അതായത് ഭൂരിപക്ഷ വർഗീയതയുടെ തീവ്രതയും ഭീകരതയും ഉൾക്കൊണ്ടുകൊണ്ട് ഭരിക്കുമ്പോൾ, രാജ്യം ഭരിക്കുമ്പോൾ കേവല ന്യൂനപക്ഷ വർഗീയത എന്താണോ സ്ഥാനം? കോൺഗ്രസ് ഭരിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് ഭരിക്കുമ്പോഴൊക്കെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാം ന്യൂനപക്ഷ വർഗീയത അപകടമാണെന്ന് EMS വന്നിട്ടുണ്ട്. അത് കോൺഗ്രസ് ഭരിക്കുകയാണ്. ഇത് കോൺഗ്രസ് ഭരിക്കുന്നുണ്ടോ? ഭരിക്കുന്ന കക്ഷി ആരാണ്? ഇതിനേക്കാളൊക്കെ ഒന്നും താഴ്ത്തിയാൻ പറ്റാത്ത ഭീകര സ്വഭാവമുള്ള, അല്ലെങ്കിൽ മോശമായ ഒരു സംസ്കാരമുള്ള ഒരു ശക്തി ഭരിക്കുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് എന്തോ പ്രസക്തിയുള്ള മണ്ട ശിരോമണികളെ, ഒരു പറ്റം കൊള്ളരാത്ത രാഷ്ട്രീയക്കാരെ, ഇതൊക്കെ തുറന്ന് പറയാൻ ആരെങ്കിലും ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടോ? തുറന്ന് പറയുന്നുണ്ടോ? അവർ പറയാൻ ധൈര്യമുണ്ടോ? അവനെങ്ങനെയെങ്കിലും പാർട്ടി തങ്ങളുടെ കാല് പിടിച്ചും മറ്റൊരു കാല് പിടിച്ചും ഒരു MLA ആണ്, കഴിവെങ്കിലും മന്ത്രി കൂടി ആകണം എന്നല്ലാതെ ഇങ്ങനെയുള്ള കാര്യത്തിൽ തുറന്ന് പറയാൻ തൻ്റെയുള്ള ഒരിറ്റ ഇന്ത്യക്കാരൻ ഇന്ത്യയിലുണ്ടോ? എനിവൺ പറയില്ല. അവരറിയാം, പക്ഷെ പറയില്ല. ഈ ജയശങ്കർജി പറയേണ്ടതൊക്കെ ജയശങ്കറിയോട് ചോദിച്ചല്ലോ. 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഈ ലീഗിന്റെ കാലിൻ്റെ അടിയിൽ ഒന്ന് മത്സരിച്ച് ജയിച്ച പ്രിയങ്കയെക്കുറിച്ചും രാഹുലിനെക്കുറിച്ചും ജയശങ്കർ രക്ഷ വേണ്ടിയിട്ടില്ല. മുസ്ലിം ലീഗിനെതിരെ കേസ് കൊടുത്തു ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ, അത് 24 മണിക്കൂർ പിൻവലിച്ചു. അതിനെതിരെ ജയശങ്കർ വിട്ടില്ല. ഇതൊക്കെ ഒരു സംഘപരിവാരം വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാം, ഈ റോബർട്ട് വധേര ആരാണ്? ഈ റോബർട്ട് വധേര നമ്മൾ പറഞ്ഞോളൂ. ഇന്നിപ്പോൾ BJP-ക്കാരത്തോ കേസ് കൊടുക്കാൻ പോണ്ട്. അയാൾ ആരാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? അയാളാണ് അനൗൺസ് ചെയ്തേക്കുന്നത്. മൻമോഹൻ സിംഗ് മരിച്ചു 1/2 മണിക്കൂർ മുമ്പ് അനൗൺസ് ചെയ്യാണ്. അറിയോ? പ്രിയങ്ക, രാഹുൽ ഗാന്ധി, നിങ്ങൾ മറുപടി പറയണം. നിങ്ങളുടെ ഈ കത്തോലിക്ക കോൺഗ്രസ്, ഈ സോണിയ കുടുംബം ആണ് ഇന്ത്യയിൽ BJP സംഘപരിവാറിനെ ഇത്രയും ആഴത്തിലും വേഗത്തിലും ഭരണത്തെത്തിച്ചത്. പിന്നെയുള്ള ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗും. മലപ്പുറം ലീഗൊക്കെ അടികൊള്ളാൻ പോണ്. മലപ്പുറം ലീഗൊന്നും ഇല്ലാത്തൊരു ഭരണമാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. അതിനെക്കുറിച്ച് കരക്കിൽ നീക്കാണ്ട് അന്തർദേശീയ കൂടാലും നടക്കേണ്ടതിന് വേണ്ടി. എന്നാൽ നിങ്ങളുടെ സ്വഭാവദൂഷമാണ്. നിങ്ങളോട് എത്ര കാലമായി ഞങ്ങൾ പറയുന്നു ആ പേരൊന്ന് മാറ്റി. നിങ്ങൾ പേര് മാറ്റുകയും രാഷ്ട്രീയമാകണം, സമുദായമാകണം, ആത്മീയമാകണം. ഇത് രാഷ്ട്രീയ കൂടിക്കൊഴിച്ച് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗ് ഉണ്ടാക്കി 2 MP-മാരെ പാർലമെന്റിൽ എത്തിക്കാൻ സാധിക്കുന്നല്ലാതെ എന്ത് നേട്ടമുണ്ടായിട്ട് മുസ്ലിം ലീഗ് ഇത്രയും കാലം 100 വർഷമായിട്ട് ഇന്ത്യയിൽ 100 വർഷമായില്ല ഏതാണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊണ്ട് എന്ത് സമുദായത്തിൽ ചെയ്യാൻ പറ്റി, എന്ത് നേടി? നിങ്ങളിൽ കുറേ പേര് കേരളത്തിൽ മലപ്പുറത്തോ കോഴിക്കോടൊക്കെ അല്ലെങ്കിൽ അല്പം എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടി നേടിയിട്ടില്ലെന്നില്ല. അത് ചില വ്യക്തികൾ നേട്ടമാണ്. സമുദായത്തിൽ എന്ത് നേട്ടമുണ്ടേ? അറബിക് സർവകലാശാലക്ക് നിങ്ങൾ എന്തുകൊണ്ട് എതിരുന്നു? ഇപ്പോഴും നിങ്ങൾ ഉത്തരം പറയുന്നുണ്ടോ? അന്ന് മലപ്പുറത്തെ വേങ്ങര ഇലക്ഷനിൽ ഞങ്ങളോട് സ്ഥാനാർത്ഥികൾ മത്സരിച്ച് പത്രസമ്മേളനം നടത്തി. ഇതിന് കുഞ്ഞാക്കായും മറ്റേ MP ഒക്കെ ഉണ്ടല്ലോ, MP ഒക്കെ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞിട്ട് കുടിച്ചുകൊണ്ടിരിക്കല്ലേ. കുഞ്ഞാക്കയോട് ചോദിക്കണേ, ബഷീർ സാഹിബ് ചോദിക്കണേ, നിങ്ങൾ എന്തുകൊണ്ടാണ് അറബിക് സർവകലാശാലയ്ക്ക് എതിര് നിന്നതെന്നാണ്. തുടങ്ങിയില്ലെന്ന് മാത്രം എതിര് നിന്നപ്പോൾ പറയുന്നത് ജനങ്ങൾ. മുസ്ലിം സമുദായത്തിൽ ഒരു പറ്റം ആൾക്കാർ പറഞ്ഞത് അവരത് ശക്തമായി എതിരെന്നുള്ള. മുന്നോട്ട് പോകാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മളത് എതിർക്കുന്നത്. അല്ല കോൺഗ്രസ് ആശയത്തോടോ കോൺഗ്രസ് പാർട്ടിയോടോ അല്ല. സോറി, നമ്മുടെ വീഡിയോയിൽ ചെറിയൊരു തകരാറ് പറ്റി. അടുത്ത ഭാഗമാണ്. അപ്പം അതുകൊണ്ട് അറബിക് സർവകലാശാല എന്തുകൊണ്ട് തുടങ്ങിയില്ല എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഉത്തരം ആ സമുദായത്തോട് കൊടുക്കാതെ UDF കേരളം ഭരിക്കാമെന്ന് വിചാരിക്കണ്ട. അതിന് വലിയ തടസ്സങ്ങളുണ്ടാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അതൊന്ന് ബോധ്യപ്പെടുത്തണം. പിന്നെ അതാണ് കേരളത്തിലെ കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഇന്ന് K മുരളീധരൻ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയതൊക്കെ. അതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞു വരുന്നത്. ഇന്ത്യ ഭരിക്കുന്ന ഒരു ശക്തി, ആ ശക്തി ഉള്ളപ്പോൾ അതിനേക്കാൾ ന്യൂനപക്ഷ വർഗീയതക്ക് അവിടെ എന്ത് സ്ഥാനം? അവിടെ ന്യൂനപക്ഷ വർഗീയത പറഞ്ഞ് അവരെയൊക്കെ ഒറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ?
അതെന്താ നിങ്ങൾ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കാത്തത്? കോൺഗ്രസ് ഭരിക്കണം മനസ്സിലാക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരിക്കണം മനസ്സിലാക്കാം. ഇതല്ലല്ലോ സംഗതി. ആകെ അടി തെറ്റിയില്ലേ? ഇത് ഇരട്ടി ബലത്തിന് അഭ്യാസമില്ലെന്നൊരു തത്വമുണ്ട്. ഇതൊക്കെ ഫിലോസഫിയാണ്, മനഃശാസ്ത്രമാണ്, ശാസ്ത്രീയമാണ്. എന്താണ് ഇരട്ടി ബലത്തിന് അഭ്യാസം? അപ്പോൾ എന്നേക്കാൾ ഇരട്ടി ശക്തിയുള്ള ഒരുത്തൻ്റെ മുമ്പിൽ ഞാൻ എത്ര അഭ്യാസിച്ചാണെങ്കിലും എനിക്ക് ജയിക്കാൻ പറ്റില്ല. അതിൻ്റെ ഫിലോസഫിയാണ് ഇരട്ടി ബലത്തിന് അഭ്യാസം ഇല്ലാത്തതുകൊണ്ട്. ഏത് അഭ്യാസിയുടെ മുമ്പിലും ഇരട്ടി ബലമുള്ളതിൻ്റെ മുമ്പിൽ ഏത് അഭ്യാസിയും തോറ്റു. അതുപോലെയാണ് ഇന്നത്തെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഈ സ്വഭാവത്തിൽ ഭരിക്കുന്ന ഒരു കക്ഷിയെ ഇരിക്കുമ്പോൾ നിങ്ങൾ നക്കപ്പിച്ച് ന്യൂനപക്ഷ വർഗീയതയ്ക്ക് എന്ത് പ്രസക്തി, അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമെന്ത്? ഒരു മാത്യു സാമുവൽ ഉണ്ട്. മാത്യു സാമുവൽ എന്ന് പറഞ്ഞറിയോ? ഖത്തറിന് വളരെ മോശമായിട്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് ഖത്തർ, അതൊക്കെ അവൻ എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഇന്നാൾ പറഞ്ഞ അറബികളും 6-ാം നൂറ്റാണ്ടിൽ കാട്ടറബികളാണ്, ബുദ്ധിയുള്ളവരല്ല, വിദ്യാഭ്യാസമുള്ള അറിവില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് സമ്മതിച്ചു മാത്യു സാമുവലെ. ഇപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ ആദിവാസികൾ മോശമാണ്, അവർക്ക് ബുദ്ധിയില്ല, വിദ്യാഭ്യാസമില്ല, കൾച്ചറില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നമുക്കൊരു പരിധി സമ്മതിക്കാം. അതവർ കുറ്റപ്പെടുത്താനുണ്ട്, അത് അവരുടെ സാഹചര്യമാണത്. അതായത് 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടിലൊക്കെ പ്രവാചകൻ ജനിച്ചു വരുന്ന സമയത്ത് എന്തായിരുന്നു അവരുടെ കൾച്ചർ? പെൺകുട്ടിയെ കഴിഞ്ഞാൽ ജീവനോടെ കുഴിച്ചുകൂടാണ്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, അത് പ്രസവിച്ച് കഴിഞ്ഞാലാണ് കുഴിച്ചുകൂടുള്ളൂ. ഈ ആധുനിക യുഗം, അന്ന് ഡാർക്ക് യുഗമാണ്, ഇരുണ്ട യുഗമാണ്. ഇന്ന് ആധുനിക യുഗത്തിൽ എന്തായിരുന്നു, ജനിക്കാൻ പോലും അവസരം കൊടുക്കുന്നില്ല. ഭ്രൂണഹത്യ എത്ര ലക്ഷമാണ് നടക്കുന്നത് ഇന്ത്യയിൽ, കേരളത്തിൽ. ബോർഡ് വയ്ക്ക് വേണ്ട കാഴ്ചയിൽ തെറ്റാണെന്നൊക്കെ, പക്ഷെ എത്ര രഹസ്യമാണ് നടക്കുന്നുണ്ട്. അതായത് ജനിക്കാൻ പോലും പെൺകുഞ്ഞിന് അവസരം കൊടുക്കാത്ത ഈ സംസ്കാരമാണോ? ജനിച്ചതിന് ശേഷം ജീവനോടെ കുഴിച്ചു കൂടുന്ന ഒരു സംസ്കാരമാണോ? ഏതാണ് ഏറ്റവും നല്ലത് താരതമ്യം ചെയ്യുമ്പോൾ? ഇതിനേക്കാൾ മോശം നല്ലത് അതല്ലേ? അവർക്ക് ജനിക്കാൻ അവസരം കൊടുക്കണ്ടല്ലോ, ഇത് ജനിക്കുമ്പോൾ അവസരം കൊടുക്കില്ല. അങ്ങനെ വരുമ്പോൾ ഈ മാത്യു സാമുവലൊക്കെ അങ്ങനെയുള്ള കാട്ടറബിയുടെ കാലത്താണ് പ്രവാചകം വന്നത് സമൂഹത്തിൽ. അപ്പോൾ അതിൻ്റെ പോരായികയുണ്ട്, അതിന് എന്തെല്ലാം ദൂഷ്യമുണ്ട്. ഞാൻ ഒരു കാര്യം പറയും, ഈ മാത്യു സാമുവലിൻ്റെ അടുത്ത് ഒന്ന് ഖത്തറിലെ കാര്യം പറഞ്ഞു. ഖത്തർ അവിടെ തൊഴിൽ വിവേചനം കാണിക്കുന്നു, ഇന്ത്യ ഗവൺമെൻറ് ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ്. എൻ്റെ പൊന്ന് മാത്യു സാമുവലെ, നിങ്ങൾ സംഘപരിവാരോട് ഇസ്രായേലും പണം വാങ്ങിച്ച് ജീവിച്ചതിന് കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം സാമാന്യ ബുദ്ധി വെച്ച് ചോദിക്കട്ടെ, ഇന്ത്യയിൽ അവഗണന ഇല്ല, ഖത്തറിൽ അവഗണന എന്നത് അവഗണന ഇല്ലാണ്ടാണോ 20% വരുന്ന മുസ്ലിം സമുദായം? നിങ്ങളെപ്പോലെ 2% അല്ല ഇന്ത്യയിൽ, 20% ഈ വർഗം. ആ 20% മുസ്ലിം സമുദായത്തിൽ MLA MP കൊടുക്കാത്ത BJP ചെയ്യുന്നതാണോ ശരി? ഖത്തറിൽ ജോലിയുടെ കാര്യത്തിൽ എന്തോ നിയന്ത്രണം വരുത്തിയാണോ ശരി? അപ്പോൾ ആരും പുണ്യവാളാകണ്ട. ഖത്തർ ചെയ്ത് തെറ്റായിരിക്കാം, പക്ഷെ നമ്മളൊരു പുണ്യവാളാഗ്രഹം മിസ്റ്റർ മാത്യു സാമുവൽ. നിങ്ങൾ എത്ര തീവ്രമായിട്ടാണ് ഈ സമുദായത്തെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തി ചെയ്യുന്നത്? അങ്ങനെ 6-ാം നൂറ്റാണ്ടിൽ വിരൂപന്മാർ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തൊരു കൾച്ചറില്ലാത്തവർക്ക് ആയിരിക്കാം മേ ബി. അത് നിങ്ങൾ അവർ ഉപദേശിച്ച് നന്നാക്കാല്ലാതെ അവർ കുറ്റപ്പെടുത്താണോ? കളിയാക്കൾ നിങ്ങൾ കാട്ടറബി എന്ന് പറഞ്ഞ്. അതുപോലെ അങ്ങനെയൊന്നും വേണ്ട മാത്യു സാമുവൽ. നിങ്ങൾ ഒരു കാര്യം പറയും, പ്രവാചകൻ ഇസ്ലാമിക നിയമം ഒരു പുരുഷന് 4 വിവാഹം വരെ കഴിക്കാം എന്നൊരു ക്ലോസ് ഉണ്ട്. അതിനർത്ഥം എല്ലാവർക്കും 4 വിവാഹം കഴിക്കുന്നതല്ല. ഇന്ന് ജനസംഖ്യയിൽ, ഇന്ത്യൻ ജനസംഖ്യയിൽ മുസ്ലിങ്ങൾ 1% പോലും ഒന്നിലധികം വിവാഹം കഴിക്കുന്നില്ല, 1% പോലും. അതേ സ്ഥാനത്ത് വിവാഹമോചനമുണ്ട്. അതിനർത്ഥം എല്ലാവരും വിവാഹമോചനം നടത്തുന്നതല്ല. അത് പറഞ്ഞാൽ 1 മണിക്കൂർ വീണ്ടും പറയണം. അതൊക്കെ അവസാന കൈ വേണമെങ്കിൽ ആകുന്നൊരു ചാൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ ഇന്ന് MT വാസു എന്നൊരു കാര്യം പറഞ്ഞല്ലോ, ദൈവമാണെന്ന് പറഞ്ഞ് ഇപ്പം പറഞ്ഞു ദൈവമല്ല ഒന്നുമല്ല സാത്താനും അല്ലാത്ത അവസ്ഥയിലാണെന്ന് ഇപ്പോൾ സംഘപരിവാർ പറഞ്ഞത്. അതിന് മുസ്ലിങ്ങളും പുള്ളി പറയുന്നുണ്ട്. മുസ്ലിങ്ങൾ ഒരു സ്വീകരണം ചെയ്തപ്പോൾ നിങ്ങൾ അന്നിലെ അമേരിക്കയിലെ ടവർ കത്ത സമയമാണ്, അപ്പോൾ നിങ്ങൾ വളർന്ന് നിങ്ങൾ ഭീകരവാദി ആവില്ല എന്തോ ഉറപ്പെന്നൊക്കെ പറഞ്ഞിട്ട് ആ പരിപാടിക്ക് പിന്നെ കുട്ടികൾ പോയില്ല, അത് ക്ഷണിച്ചില്ല. അതുപോലെ സ്ത്രീ മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മുസ്ലിം സമുദായത്തിലും പുള്ളിക്കെതിരെ പറയുന്നുണ്ട്, സംഘപരിവാദം പറയുന്നത്. അതർത്ഥം പുള്ളി ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ല. അപ്പോൾ അവിടെ നിങ്ങൾ കേസൊക്കെ മക്കളൊക്കെ വന്ന കേസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അവരൊക്കെ പുണ്യവാളന്മാർ, ഒറ്റ ഭാര്യകൾ ജീവിതം അവസാനിപ്പിക്കുന്നു. മുസ്ലിങ്ങൾ ഒന്നിലധികം പെണ്ണ് കിട്ടുന്നു, അവർ സന്താനം വർദ്ധിപ്പിക്കുന്നു. ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു പുരുഷൻ 2 സ്ത്രീകൾ കല്യാണം കഴിച്ചുകൊണ്ട് അവിടെ എങ്ങനെ എണ്ണം കൂടുന്നത് എങ്ങനെയാണ്? അയാൾ കഴിച്ചു അവിടെ വേറെ ആൾ കഴിക്കൂലേ, അപ്പോഴും കുട്ടികളുണ്ടാവില്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ആടിച്ചാക്ഷേപിക്കരുത്.
ഇതിന് ഉത്തരം കൊടുക്കാൻ ഈ മൗലവി സമുദായത്തിലെ ആൾക്കാർക്ക് ഭാഷാപരമായ പോരായ്കയും പിന്നീട് അത് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവില്ലായ്മ കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാണ്. 4 ഭാര്യമാർ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ത്യയിൽ ആദമിൻ്റെ കാലം മുതലെടുത്താൽ ഈ 2024 ഡിസംബർ 28 വരെ എടുത്താലും ആരോഗ്യം എന്ന് വെച്ചാൽ മച്ചമാലത്ത് സാമാനത്ത് ബലമുള്ള ആരോഗ്യം പണമുള്ള എല്ലാ പുരുഷന്മാർക്കും ഒന്നിലധികം വെപ്പാട്ടികളുണ്ട്. 1, 2, 3, 5, 10 വെപ്പാട്ടികളുണ്ട്. ഈ വെപ്പാട്ടി അവസ്ഥ ആലോചിച്ച് നോക്ക്. അവർക്ക് സമൂഹത്തിൽ വല്ല മാന്യത ഉണ്ടോ? അവർക്ക് കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റുമോ? അവർക്ക് ഭർത്താവിന് സ്വത്ത് അവകാശപ്പെടാൻ പറ്റുമോ? വെറും അടിമയല്ലേ? അപ്പം അത് വേണോ? നിങ്ങൾക്ക് ആരോഗ്യം പണം ഉണ്ടെങ്കിൽ വേറൊരു സ്ത്രീ കൂടി വിവാഹം കഴിച്ചോ എന്ന് പറയുന്ന അത് വേണമെന്നുള്ള ബുദ്ധിയുള്ള 21-ാം നൂറ്റാണ്ടിലെ ചെറുപ്പക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിക്കാൻ പാടില്ല, ഒന്ന് കാര്യം പാടുള്ളൂ. പക്ഷേ നിങ്ങൾ വെപ്പാട്ടി എത്രയെന്ന് വെച്ചോ, ആ കൾച്ചാണ് വേണ്ടത്. അതിനാണ് മാത്യു സാമുവൽ പോലുള്ള സാഹിബ്. മാത്യു സാമുവൽ സമൂഹത്തിൽ സമുദായത്തിൽ എത്ര പേര് വെപ്പാട്ടികളുണ്ട് ഓരോ പുരുഷനും. എനിക്കറിയാം, 100 കണക്കാൾക്ക് എനിക്കറിയാം. പോയി വെപ്പാട്ടി വീട്ടിൽ താമസിച്ചത് എന്നെ ലോഡ്ജ് എടുത്താത്തിട്ട് പാർട്ടിയിൽ നിന്നപ്പോഴല്ലോ എന്നെ ലോഡ്ജ് മുറി എടുത്തിട്ട് അവർ വെപ്പാട്ടി വീട്ടിൽ താമസിച്ചതെന്ന് എനിക്കറിയാം. അവിടെ ആദ്യം പൊങ്ങച്ചൊന്നും എടുക്കണ്ട മാത്യു സാമുവലെ. നിങ്ങൾ തടിയും പണമൊക്കെ ആയിട്ട് സമ്മതിച്ചു, നിങ്ങൾ ചാനൽ പണം ഉണ്ടാക്കാനായിരിക്കുമോ? പക്ഷേ ഈ സമുദായത്തിൽ കളിക്കുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാ തിണ്ണയും മണ്ണല്ല, ചില തിണ്ണ കല്ലുണ്ടെന്ന് പറയും പോലെ എല്ലാ മുസ്ലിങ്ങളും മണ്ടന്മാരോ ബുദ്ധിശൂന്യൊന്നുമല്ല. ബുദ്ധിയുള്ളവരും ദീർഘവീക്ഷുള്ളവരും ഏതാണ്ട് അറിവുള്ളവരൊക്കെ ആയിരക്കണക്കുണ്ട്. അറബികളാണ് ഈ ലോകത്ത് ആദ്യമായിട്ട് കണ്ടുപിടുത്ത നടത്തിയതിൽ ആയിരക്കണക്കിന് കണ്ടുപിടുത്തം നടത്തിയത്. ഒരു സർവകലാശാല തുടങ്ങി ഏറ്റവും ആദ്യം ഒരു അറബി സ്ത്രീയാണ് മനസ്സിലാക്കണം മിസ്റ്റർ മാത്യു. അപ്പം മാത്യു സാമുവൽ ചരിത്രം പഠിക്കാതെ അസ്ഥാനത്തും സ്ഥാനത്തും ഈ സമുദായത്തിനെതിരെ വന്നാൽ ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ് എന്ന് ചോദിച്ച് അനീതിക്കെതിരെ പൊരുവില്ലാന്ന് വിചാരിക്കും. ഞങ്ങൾ പൊരുതും. അത് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ പറഞ്ഞ് വസ്തുനിഷ്ഠമായിരിക്കണം പറഞ്ഞു വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി വർഗീയവാദി മറ്റു വർഗീയവാദി ഇതിന് വല്ല അർത്ഥമുണ്ട്. അവിടെ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു പ്രസ്ഥാനത്തെയോ ഒരു വ്യക്തിയോ കുറ്റപ്പെടുത്തുമ്പോൾ അത് ശാസ്ത്രീയമായി ശരിയായിരിക്കണം, ഫിലോസഫിക്കലായി ശരിയായിരിക്കണം, അത് മനഃശാസ്ത്രം ശരിയായിരിക്കണം. അങ്ങനെ എതിർത്തോ ഒരു കുഴപ്പമില്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, മുഖം മറച്ച് വരുന്ന മുസ്ലിം സ്ത്രീകളെ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞു വിട്ടോ, അതിനെതിരെ പിന്നെ ഞങ്ങൾ ശബ്ദിക്കും. അതിനകത്ത് ഞങ്ങൾക്ക് മുസ്ലിം സമുദായ സ്നേഹമില്ലെന്നോ അല്ലെങ്കിൽ മുസ്ലിം അല്ലെന്നില്ല. അതൊക്കെ ചെറിയൊരു സെമി അനാചാരമായിട്ട് വരുന്നത്. അത് വേണ്ട, പറഞ്ഞു കിട്ടും. അത് വൈറ്റാക്കി നന്നായിരിക്കും. അല്ല മറ്റൊന്ന്, ഈ സർക്കാർ പണം വാങ്ങിച്ച് ശമ്പളം കൊടുക്കുന്ന ആതുര പിന്നെ ഈ കോളേജുകളിലും സ്കൂളുകളിലും മതപ്രചരണം വേണ്ടെന്നേ. അങ്ങനെ സർക്കാർ ചില നിങ്ങൾ മതപ്രചാരണത്തിന് ഒരു ജാതി നടത്തട്ടെ, ക്രിസ്ത്യാനി ചെയ്യട്ടെ, മുസ്ലിം ചെയ്യട്ടെ, ഹിന്ദു ചെയ്യട്ടെ, അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ വിശുദ്ധ പരിസരത്ത് കൂടെ കൂടും. അവിടെ ലോജിക്കുണ്ട്. ഞങ്ങൾ എതിർക്കുന്നത് പ്രശ്നാധിഷ്ഠമാണ്. അന്ധമായി RS എതിർക്കും, അന്ധമായി BJP എതിർക്കുമല്ല, അന്ധമായി കോൺഗ്രസ് സ്നേഹിക്കുമല്ല, അന്ധമായി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്നേഹിക്കുമല്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കിയിട്ട് പ്രശ്നാധിഷ്ഠത്തിൽ നല്ല കാര്യം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അത് കോൺഗ്രസിലും കൊള്ളും, BSP ആയാലും കൊള്ളാം, BHP ആയാലും കൊള്ളാം, RS ആയാലും കൊള്ളാം. ഇപ്പം ഈ പറയുന്നത് പള്ളി, അമ്പലം, സ്കൂളിൽ അല്ലെങ്കിൽ ആതുര ശിശുരാലയത്തിൽ ഇതെല്ലാം മതപ്രചരണം നടത്തുന്ന പാർട്ടിയിൽ ഏത് ജാതിയായാലും നമുക്കതിനെ അനുകൂലിക്കാൻ പറ്റില്ല. ആശുപത്രി ആശുപത്രിയായിരിക്കണം, വിദ്യാലയം ആയിരിക്കണം. നിങ്ങൾക്ക് പ്രചരണം നടത്തിക്കോ. ദേവാലയങ്ങൾ, നിങ്ങൾക്ക് ദേവാലയമുണ്ട്, നിങ്ങൾ ദേവാലയം നടത്തിക്കൂടെ നിയമമുണ്ട്. നിങ്ങൾ എന്ത് പ്രചരണം നടത്തിക്കോ. ദേവാലയം വിട്ട് പുറത്തുള്ള പ്രചരണം, അത് മുസ്ലിം ആയാലും കൊള്ളാം, ഹിന്ദു ആയാലും ക്രിസ്ത്യാനും കൊള്ളാം, മതപ്രചരണം നടത്തിയാൽ ഞങ്ങൾ സമ്മതിക്കും, ഞങ്ങൾ എതിർക്കും. അത് മുസ്ലിം ആയാലും കൊള്ളാം. മുസ്ലിങ്ങളോട് പറയാനുള്ളത് തന്നെയാണ്, നിങ്ങൾ കുറച്ചുകൂടി ഒതുക്കി മുന്നോട്ട് പോകേണ്ടി വരും. ആ നായണ്ടി പറഞ്ഞ പോലെ. കാരണം നിങ്ങൾ ന്യൂനപക്ഷമാണ്, നിങ്ങൾ ചില അവകാശങ്ങളൊക്കെ ഉണ്ട്, സമ്മതിച്ചു, അത് തരാനും അർഹതയുണ്ട് എന്ന് വിചാരിച്ച് ഭൂരിപക്ഷ സമുദായത്തെ ചെറുപ്പക്കാരെ മുൻപിലിട്ടുണ്ട് നിങ്ങൾ ഈ $1 പണം കൊണ്ടുവന്നിട്ട് മെക്സിറ്റ് വെച്ച് മതപ്രചരണം നടത്തുകയൊക്കെ ചെയ്താൽ ഒരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല. അതുകൂടെ സംഘർഷം ഉണ്ടാക്കും, പിന്നീട് സംഘടന ഉണ്ടാക്കും. അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മതം പഠിപ്പിച്ചൊരു കുഴപ്പമില്ല. അതുകൊണ്ട് രാഷ്ട്രീയക്കാരോട് പറയാണ്, ഇനി ജമാഅത്ത് ഇസ്ലാമിൻ്റെ പേര് STPയുടെ പറഞ്ഞിട്ട് അത് വർഗീയ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കളെ ചാണകവെള്ളം അടിക്കും, ചൂലുമുക്കി അടിക്കും. എന്തുകൊണ്ടറിയോ? ഇന്ത്യ ഭരിക്കുന്ന ആരാണ്? അത് മനസ്സിലാക്കാതെ ന്യൂനപക്ഷ വർഗീയതയെ പൊക്കിപ്പിടിച്ച് എന്താ CPM ആയാലും കൊള്ളാം, കമ്മ്യൂണിസ്റ്റിലും കോൺഗ്രസിലും കൊള്ളാം, ആരായാലും കൊള്ളാം, ചാണകവെള്ളത്തിൽ മുക്കി പിന്നെ ചന്തിക്ക് അടിക്കുന്ന സമയം വൈകിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ചെറുപ്പക്കാർ ഇറങ്ങുന്ന രംഗത്ത് അന്യമായിട്ട് പ്രവർത്തിച്ചൊരു കുഴപ്പമില്ല.
വർഗീയമയത്തേക്കാൾ മോശമായൊരു പ്രസ്ഥാനം ഇന്ത്യ ഭരിക്കുമ്പോൾ ഇവിടെ ന്യൂനപക്ഷ വർഗീയത കുറ്റപ്പെടുത്തി നടത്തുന്ന നേതാക്കൾ ആരായാലും അവർക്ക് താക്കീതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നിന്ന് ചെയ്യുന്നു.